ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉലുവ കൊണ്ട് വളരെ വേഗം തന്നെ തയ്യാറാക്കാവുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഒരുപാട് ഗുണങ്ങളുള്ളതുമായ ഒരു ലേഹ്യമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഉലുവയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന ചേരുവകളൊന്നും മിസ്സാവാതിരിക്കാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു 100 ഗ്രാം ഉലുവ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഞാനിത് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. രാവിലെ ആയപ്പോഴേക്ക് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 8-10 മണിക്കൂറെങ്കിലും നമ്മൾ ഉലുവ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് ഉലുവ ഇതുപോലെ തലേദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ആ വെള്ളം കുടിക്കുന്നത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ ആ ഉലുവ നമ്മൾ അരച്ച് കുറച്ച് തൈരും കൂടെ ചേർത്ത് നമ്മുടെ തലയിൽ പുരട്ടാമെങ്കിൽ മുടി കൊഴിച്ചിൽ മാറുകയും താരൻ മാറുകയും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് ഇതേപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. കുരുമുളകിൻ്റെ പൊടിയൊന്നും ചേർക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഉലുവയിലേക്ക് നമ്മൾ ഉലുവ കുതിർത്ത് വെച്ച ആ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് 1-ാം പാല്. 2-ാം പാൽ എടുത്തിട്ടുള്ളത് ആ തേങ്ങയിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രയും നല്ലതായിട്ട് തന്നെ നമ്മുടെ ലേഹ്യം കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടിയാണ്. ഞാനൊരു 400 ഗ്രാം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. അത് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മളിത് കുറുക്കിയൊന്നും എടുക്കണ്ട, ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അലിയിച്ചെടുത്തിട്ട് ഞാനൊന്ന് അരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലേഹ്യമൊക്കെ ഉണ്ടാക്കാനായിട്ട് കരിപ്പെട്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കരിപ്പെട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശർക്കര എടുക്കാവൂ. കരിപ്പെട്ടിയിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. ഇനി ഒരു 2-3 ചെറിയ സാധനങ്ങളോടൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഞാൻ ചേർക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ദാ ഈ നേരം കൊണ്ട് നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 4 വിസിലും അടിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കയ്യിലെടുത്തിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉലുവയൊക്കെ നല്ലതുപോലെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് തന്നെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ട് നമ്മൾ പച്ചവെള്ളമോ ചൂടുവെള്ളമോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലില്ലേ, ആ 2-ാം പാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം പോലെ നമ്മൾ അരച്ചെടുക്കേണ്ട, ഒരു പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ചെറിയ ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2-ാം പാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ദാണ്ട നമ്മുടെ ഉലുവയെല്ലാം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലേഹ്യം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് എടുക്കേണ്ടത്. ഉരുളി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, അല്ലെങ്കിൽ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉലുവയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉലുവയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് അതിനത് പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഉലുവ ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണുള്ളത്. ചീത്ത കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും വളരെ നല്ലതാണ് ഈ ഉലുവ. അപ്പോൾ ദാണ്ട നമ്മുടെ ഈ പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഞാൻ ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിപ്പൊട്ടിയുടെ വെള്ളം ഉണ്ടല്ലോ, കരിപ്പൊട്ടി അലിയിച്ച് വെച്ചേക്കുന്ന ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക.
നമ്മൾ മുഴുവനും ഒഴിച്ചു കൊടുക്കരുത്. എന്തെങ്കിലും അടിമട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് വീഴരുത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇതേപോലെ കട്ട പിടിച്ച് കിടക്കുന്നതൊന്നും നമ്മൾ പേടിക്കേണ്ട. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നല്ലതുപോലെ മിക്സായിട്ട് വരും. ഇതാ കണ്ടല്ലേ, ഇപ്പം തന്നെ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് രണ്ടാം പാല് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉലുവ അരച്ചപ്പോൾ കുറച്ച് പാല് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കി രണ്ടാം പാലാണ്. അത് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ നമ്മളിത് ഇളക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണായാലും തവിയായാലും കുറച്ച് നീളമുള്ളത് എടുക്കണം കേട്ടോ. കാരണം ഇത് തിളച്ച് കഴിയുമ്പോൾ ഇത് മേളോട്ട് വരും. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. നല്ലതുപോലെ പൊള്ളും ഇത്. അതുകൊണ്ട് നമ്മളൊരു നീളമുള്ള സ്പൂണോ തവിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരെ മാറി നിന്ന് ഇത് ഇളക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ലേഹ്യത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. നമ്മളിത് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഇത് വറ്റുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് വറ്റി തുടങ്ങുമ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രണ്ടാം പാലും ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലാണ് ചേർക്കേണ്ടത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങാപ്പാലും ഈ ഉലുവയും കൂടി ഒന്ന് ചേർന്ന് കിട്ടാൻ ആദ്യം 1-2 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. പതുക്കെ ഒന്ന് ഇളക്കി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉലുവയിൽ പ്രോട്ടീൻ, ഫൈബർ, പൊട്ടാസ്യം തുടങ്ങിയ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. പുറം വേദനയ്ക്കും നടുവേദനയ്ക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ്. പുറം വേദനയും നടുവേദനയൊക്കെ ഈ ലേഹ്യം കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ സന്ധിവേദന, വാതസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഈ ഉലുവ വളരെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഉലുവ ലേഹ്യം നമ്മൾ വെച്ച് രാവിലെയും അതേപോലെ രാത്രി നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ശേഷം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേദനയൊക്കെ തന്നെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. സ്ത്രീകൾക്ക് ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതിനായിട്ട് നല്ലതാണ് ഉലുവ. അതുപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകൾക്ക് ഈ ലേഹ്യം കൊടുക്കാറുണ്ട്. മുലപ്പാൽ വർദ്ധിക്കുന്നതിനും വളരെ നല്ലതാണ് ഈ ലേഹ്യം. തേങ്ങാപ്പാലും ഉലുവയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി ചേർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും 2-3 ഏലക്കയും കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്തെടുക്കുക. ഇത് കുറുകി വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയാം എത്രത്തോളം നെയ്യ് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ടെന്നുള്ളത്. 1 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ദാണ്ടെ ഈ ഒരു പരുവായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വറ്റി വന്നപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ ഞാനൊരു 4 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എങ്ങനെയാണെന്ന് അറിയുന്നത് വെച്ചാൽ നമ്മൾ ഈ ചട്ടുകം കൊണ്ട് താണ്ട ഇതേപോലെ ഒന്ന് നീക്കി കൊടുക്കുമ്പോൾ 2 സൈഡിൽ നിന്നും പതുക്കെ വന്നിട്ട് ഇതേപോലെ തന്നെ 2 സൈഡിൽ നിന്നും പതുക്കെ വന്നിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആവണം. വെള്ളത്തിൻ്റെ മയം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വന്ന് കൂടി ചേരും കേട്ടോ. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ലേഹ്യമൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ജാർ നല്ലതുപോലെ കഴുകിയ ശേഷം നല്ലൊരു കോട്ടൺ തുണി വെച്ച് തുടച്ച ശേഷം വെള്ളമയം ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വെള്ളമയം ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ നമ്മൾ ലേഹ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ ഇത് ചീത്തയാകും. അങ്ങനെ ചീത്തയാവരുത്. നമുക്കിത് കുറേ നാൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.